ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുമായിട്ടാണ് കേട്ടോ. നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും ഓപ്പൺ ആയിരിക്കും. ഇതേപോലെ കണ്ടില്ല, ഇപ്പം നമ്മൾ ഈ ഒരു ക്രോച്ച് ഏരിയയും ഓപ്പൺ ആയി കിടക്കും. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സെൻറ്ററിലും നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും സ്ട്രൈറ്റ് പാൻറ്റ് വരാം. അങ്ങനെയുള്ള ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള അവിടെ നമ്മൾ താഴത്തുനിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ചായിട്ടും മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് കൊടുക്കുക, താഴത്ത് 2.5 ഇഞ്ച് കൊടുക്കുക. ഈ 2 ഇഞ്ചിൽ നമ്മൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അവിടെ കുത്തി നിർത്തുക കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ആ താഴത്ത് നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം ആ മടക്കി അടിച്ച ആ ഒരു ഭാഗമല്ലേ, അവിടെ മാത്രം നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കൂലേ, അപ്പോൾ നമുക്ക് എത്ര വരെയാണ് ഫോൾഡ് ചെയ്യുന്നത്, നമ്മൾ തൊട്ട് മുകളിലുള്ള അത് വരെ നമുക്ക് ഫോൾഡിങ് കിട്ടണം. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇതേപോലെ സെൻറ്ററായിട്ട് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. അത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് താഴത്തേക്ക് വലിക്കുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആ സെൻറ്ററൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോർഷനാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക കേട്ടോ, പറയുന്നതിനേക്കാളും കൂടുതൽ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളൊന്ന് അവിടുന്ന് സ്റ്റിച്ചിങ് കൊടുക്കുക. സ്റ്റിച്ചിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് അധികം കയറാതെ, നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ വേണം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി താഴത്തായിട്ട് നിർത്തിയാലും കുഴപ്പമില്ല. അങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സ്റ്റിച്ചിങ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റു വശത്തും അതേപോലെ തന്നെ സ്റ്റിച്ചിങ് കൊടുക്കുക. മുകളിലേക്ക് കയറാതെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു മറ്റേ സ്റ്റിച്ചിങ്ങും ഈ സ്റ്റിച്ചിങ്ങും ഒക്കെ ആകുമ്പോൾ ഒരു കുടുങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തൊട്ട് താഴെ ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് നിർത്തണേ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റു സൈഡിലും നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. അതിൻ്റെ ആ തൊട്ട് മുകളിലായിട്ട് വരെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്, ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. നമുക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ചെയ്ത് നോക്കിയാൽ ഏറ്റവും ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ചിങ് നിർത്തി അങ്ങനെ 2 ഇതിലും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 2 ഇതിലും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളാണ്. കാരണം അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. എടുക്കുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ ആ ഒരു പിടിച്ചിട്ടില്ലേ, അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ, വീഡിയോ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നിവർത്തിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഒരു ഷാർപ്പിൾ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ. എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ആ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി ചെയ്ത് നോക്കാം. ഒന്ന് കറക്റ്റായിട്ട് ലെവലൊക്കെ ആയിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാനേ ഉള്ളൂ കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ ഒന്ന് ലെവലപ്പ് ചെയ്ത് പിന്നെ കുറച്ച് നിവർത്തി വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്താണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.